BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീം കളിക്കാരെയും മറ്റുള്ളവരെയും ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സ്വീകരിച്ചു. കുവൈറ്റിൽ നടന്ന 26ാം അറബ് ഗൾഫ് കപ്പ് ജേതാക്കളായ ബഹ്റൈൻ ടീം രണ്ടാം തവണയാണ് ഈ കിരീടം നേടുന്നത്. ബഹ്റൈൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു നിർണായക നേട്ടമായി ഇത് മാറി. ആഘോഷത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള രാജാവിൻ്റെ പ്രതിനിധിയും യുവജനവും കായിക പ്രവർത്തനങ്ങളുടെയും സുപ്രീം കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയും SCYS ആദ്യ ഉപാധ്യക്ഷനും ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ പ്രസിഡന്റും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരും പങ്കെടുത്തു. ടീം കളിക്കാരും മറ്റംഗങ്ങളും രാജാവിനെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയും രാജാവിനൊപ്പം ടീം അംഗങ്ങൾ ഫോട്ടോ എടുത്തു. ആഘോഷ പരിപാടിയിൽ കരിമരുന്ന് പ്രയോഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഹിസ് മജസ്റ്റി ഹമദ് രാജാവ് ഈ ചരിത്ര നേട്ടത്തിന് ശേഷം ദേശീയ ടീം ജേതാക്കളെയും അവരുടെ ഭരണ സാങ്കേതിക സ്റ്റാഫിനെയും സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. ഹിസ് മജസ്റ്റി ബഹ്റൈൻ ഫുട്ബോളിന്റെ പ്രതീക്ഷാജനകമായ ഭാവി ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചു. ഹിസ് മജസ്റ്റി രാജാവ് ഈ ചരിത്ര നേട്ടത്തിന് ശേഷം ദേശീയ ടീം ജേതാക്കളെയും അവരുടെ ഭരണ സാങ്കേതിക സ്റ്റാഫിനെയും സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. കളിക്കാർ കാണിച്ച ഉറച്ച മനോഭാവത്തെയും ഉന്നത പ്രകടനങ്ങളെയും രാജാവ് പ്രശംസിച്ചു. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ കാണിച്ച സാങ്കേതിക മികവും മത്സരം സൃഷ്ടിച്ച ഉന്മേഷവും ടീമിന്റെ ജയം ഉറപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ് മജസ്റ്റി രാജാവ് ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ടീമിന് പിന്തുണ നൽകുകയും ബഹ്റൈന്റെ പേരിന് അഭിമാനമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിച്ച ബഹ്റൈനിലെ ജനങ്ങളെയും ആരാധകരെയും അഭിനന്ദിച്ചു. ബഹ്റൈൻ ദേശീയ ടീമിന്റെ ജേതാക്കൾ ഈ വലിയ സ്വീകരണത്തിന് ഹിസ് മജസ്റ്റി രാജാവിനോടുള്ള അവരുടെ ആഴത്തിലുള്ള നന്ദി പ്രകടിപ്പിച്ചു. രാജാവിന്റെ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും കിരീടം നേടുന്നതിൽ നിർണായകമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. കൂടുതൽ വിജയം നേടാനും ബഹ്റൈന്റെ പേരിനെ അന്തർദേശീയ കായികമേളകളിൽ ഉയർത്തിക്കാട്ടാനും ടീം പ്രവർത്തനം തുടരുമെന്നും അവർ ഉറപ്പു നൽകി. ഒമാനിലെ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ബഹ്റൈനിലെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. അൽ ബുസൈദി മന്ത്രി അൽ സയാനിയെ 26ാമത് അറബ് ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ബഹ്റൈൻ ദേശീയ ടീമിന്റെ വിജയത്തിൽ അഭിനന്ദിച്ചു. ഈ മത്സരങ്ങൾ കുവൈറ്റിൽ വെച്ചായിരുന്നു നടന്നത്. ഇരുവരും തമ്മിലുള്ള സംഭാഷണം ബഹ്റൈനും ഒമാനും തമ്മിലുള്ള സൗഹൃദവും സമഗ്രവുമായ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ബഹ്റൈന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിക്ക് ഫലസ്തീൻ പ്രധാനമന്ത്രി കൂടാതെ വിദേശകാര്യമന്ത്രിയായ ഹിസ് എക്സലൻസി മുഹമ്മദ് മുസ്തഫയുടെ അഭിനന്ദനങ്ങൾ ടെലിഫോണിലൂടെ അറിയിച്ചു. കുവൈറ്റിൽ നടന്ന 26ാം അറബ് ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബഹ്റൈൻ ദേശീയ ടീം നേടിയ ജയം സംബന്ധിച്ചാണ് ഡോക്ടർ അൽ സയാനിയെ അദ്ദേഹം അഭിനന്ദിച്ചത്. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് ഹാളിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. നിലവിലെ പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പറയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജോയിന്റ് സെക്രട്ടറി സലീം തയ്യിലും സാമ്പത്തിക റിപ്പോർട്ടർ ട്രഷറർ അബ്ദുൽ ബാരിയും അവതരിപ്പിച്ചു. മൈത്രി രക്ഷാധികാരി സയ്യിദ് റംദാൻ നദ്വി റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സലീം തയ്യൽ, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ട്രഷറർ അബ്ദുൽ ബാരി, വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു, ജോയിന്റ് സെക്രട്ടറിമാർ ഷബീർ ക്ലാപ്പന, ഷിബു ബഷീർ, അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ, ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട്, മെമ്പർഷിപ്പ് കൺവീനർ അബ്ദുൾ സലീം കരുനാഗപ്പള്ളി, റജബുദ്ദീൻ തേവരക്കര എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി നവാസ് കുണ്ടറ, കോയിവിള മുഹമ്മദ് കുഞ്ഞ്, അജാസ് മഞ്ഞപ്പാറ, ഷിറോസ് മഞ്ഞപ്പാറ, നൌഷാദ് ഷറഫുദ്ദീൻ അസീസ്, അൻസാർ തേവരക്കര, ഹരീദ് മീരാൻ, നിസാം പുളിക്കോട്ടിൽ, EK നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു. UNA നഴ്സസ് ഫാമിലി ബഹ്റൈൻ നഴ്സസ് ഫാമിലി ഷോ ഏഞ്ചൽ നൈറ്റ്സ് പ്രൗഢഗംഭീരമായി ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ ആരംഭിച്ചു. UNA ഗ്ലോബൽ പ്രസിഡന്റ് ജാസ്മിൻ ഷാ മുഖ്യ അതിഥിയായിരുന്നു. UNA നഴ്സസ് ഫാമിലി സെക്രട്ടറി അരുൺജിത്ത് MP സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ജിബി ജോൺ വർഗീസ് അധ്യക്ഷനായി. നഴ്സസ് ഫാമിലി രക്ഷാധികാരി ഡേവിസ്, ഡോക്ടർ ചെറിയാൻ എന്നിവർ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുഖ്യാതിഥിക്ക് സമ്മാനിച്ചു. നഴ്സസ് ഫാമിലി ട്രഷറർ നിതിൻ, കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് KZOs കമിലോ, സാമൂഹിക പ്രവർത്തകൻ നിസാർ കൊല്ലം തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഫാമിലി മെമ്പർമാരുടെ ആദ്യ ID കാർഡ് UNA നഴ്സസ് ഫാമിലി ജോയിന്റ് സെക്രട്ടറി മിനി മാത്യു ഏറ്റുവാങ്ങി. MCMA നടത്തിയ ഗൾഫ് കപ്പ് പ്രവചന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത വിജയ് മുഹമ്മദ് യാസിന് MCMA ട്രഷറർ ലത്തീഫ് മരക്കാട്ട് സമ്മാനം നൽകി. ചടങ്ങിൽ സലാം അമ്പാട്ടുമൂല, സെക്രട്ടറി അനീസ് ബാബു, അവിനാഷ്, ഷബീർ പുനൂർ, മജീദ് സാബിദ്, ജംഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു.
അറേബ്യൻ ഗൾഫ് കപ്പ് ബഹ്റൈൻ സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ പ്രവാസി വെൽഫെയറും പങ്കുചേർന്നു. എല്ലാത്തരം ആഘോഷവേളകളിലും ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ എന്ന ടൈറ്റിലിൽ പ്രവാസി വെൽഫെയറിന്റെ സാമൂഹിക സേവന വിഭാഗമായ വെൽകെയർ നടത്തിവരുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനാമ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ സഹകരണത്തോടെ സൽമാനിയ സിഞ്ചു ഭാഗങ്ങളിൽ സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രവാസി വെൽഫെയർ സെക്രട്ടറി അനസ് കാഞ്ഞിരപ്പള്ളിയുടെ നേതൃത്വത്തിൽ വെൽകെയർ എക്സിക്യൂട്ടീവുകളായ മൊയ്തു തിരുവള്ളൂർ, ഹസീസ് സിപി, അഹമ്മദ് സഫീർ, റഫീസ് ഇ എന്നിവർ നേതൃത്വം നൽകി. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓർമ്മകളിലെ എംടി രചനകളിലൂടെ എന്ന പരിപാടി ബഹ്റൈൻ OSCC ഹാളിൽ വെച്ച് നടന്ന പ്രോഗ്രാം പ്രമുഖ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനുമായ സോമൻ ബേബി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയ്ക്കും വരും തലമുറയ്ക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഉദാത്തമായ സൃഷ്ടികളാണ് എംടിയുടേതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ രചനകളും സിനിമകളും വായനക്കാരുടെ ആസ്വാദകരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നതും തലമുറകളോളം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ രചനകളെയും കാലം ഓർത്തുവെക്കുമെന്നും കൂട്ടിച്ചേർത്തു. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OSCC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നദാനം, വർക്കിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യയിൽ ആദ്യ HMPV കേസ് സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലാണ് ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലമില്ല. രോഗം എവിടെ നിന്നാണ് വന്നതിൽ വ്യക്തതയില്ല. ഹ്യൂമൻ മെറ്റോറിയോ വൈറസിന്റെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കേസാണിത്. ചൈനീസ് വേരിയന്റ് ആണോ എന്നതിൽ സ്ഥിരീകരണമില്ല. പരിശോധന തുടരുമെന്നും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാനുമോവറൈസ് വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനമുണ്ടാകാം. പനി, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചുമ, മൂക്കടപ്പ് മുതലായവയാണ് ലക്ഷണങ്ങൾ. ശരീരസ്രവങ്ങളിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. മൂക്ക്, വായ, കണ്ണ് എന്നീ അവയവങ്ങളിൽ തൊടുകയും സ്രവങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് വൈറസ് വളരെ വേഗത്തിൽ പകരുന്നതിന് ഇടയാക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്നലെ മിമിക്രി ഉൾപ്പെടെയുള്ള ജനപ്രിയ മത്സരങ്ങൾ വേദിയിലെത്തി. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 3ാം ദിനത്തിലേക്ക് മത്സരമുറുകുമ്പോൾ കണ്ണൂരിന് 449 പോയിന്റും തൃശൂരിനും കോഴിക്കോടിനും 448 പോയിന്റുമാണ് നേടാനായത്. അതേസമയം ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാടാണ് 4ാം സ്ഥാനത്ത്. പോയിന്റ് നിലയിൽ സ്കൂളുകൾ തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. 65 പോയിന്റുകൾ തിരുവനന്തപുരത്തെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിലുള്ളത്. പത്തനംതിട്ടയിലെ SVG ഹയർ സെക്കൻഡറി സ്കൂൾ, ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ 60 പോയിന്റുകളുമായി 2ാം സ്ഥാനത്തുണ്ട്. 3ാം ദിനമായ ഇന്നലെ കൂടുതൽ മത്സരങ്ങൾ അരങ്ങേറിയപ്പോൾ പോയിന്റ് നിലകളിൽ മാറ്റം മറിഞ്ഞു. പെരിയ കേസ് പ്രതികളെ ജയിലിൽ സന്ദർശിച്ച ശേഷം P. ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ്. പെരിയ കേസ് പ്രതികളെ ജയിലിൽ സന്ദർശിച്ച സംഭവത്തിൽ കൊലക്കേസ് പ്രതികൾക്ക് ഉപദേശക സമിതി അംഗം ജയിലിലെത്തി ഉപഹാരം നൽകിയത് തെറ്റായ നടപടിയെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.